അമ്പി യൂണിവേഴ്സ് മിനി എല്ലാ പ്രിയ പ്രേക്ഷകർക്കും അമ്പി യൂണിവേഴ്സിലെ മിനി വെർഷനിലേക്ക് മിനി വെർഷൻ പറഞ്ഞ 6 വിറ്റിടല്ലോ. സ്വാഗതം. മുമ്പത്തെ അമ്പി സ്റ്റാർസ് ആയിട്ടുള്ള ഫൽഗുനെയും ഷേക്കിനെയും കടത്തിവിട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു അമ്പിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവരിയിരിക്കുന്നത്. വി ആർ ഇൻട്രൊഡ്യൂസിംഗ് the one and only we are introducing the one and only Rambo to Ambi Universe. ഈ MRC നിങ്ങളുടെ ഗ്യാങ് അല്ലേ? വണ്ടി അത് പുള്ളിയുടെ പേരെന്താ? ഇതാ മറ്റേ റെസ്റ്റോറന്റ് മറ്റേ റാംബോന്റെ സിറ്റുവേഷൻ. ഞാൻ കണ്ടിട്ടില്ല ഈ സംഭവം, ഞാൻ കണ്ടിട്ടില്ല. ഇതാ റാംബോ. ആ മറ്റേ റാംബോ. ഓക്കെ ഓക്കെ. ആ ലീഡർ. അറിയാം. ഞാനേ എടാ ബ്രോ കിഡിലെ വണ്ടി ആട്ട ഫാൻ മുഖത്തു നോക്കി തീട്ടോന്ന് വിളിച്ചിട്ട് പോലും അത് ചോദിക്കാൻ ധൈര്യമില്ലാത്ത കണ്ടി. ഞാൻ മുതുക്കി പോയി. എന്റെ കൂടെ ഒരു സിറ്റിസൺ ഒരു പയ്യനായിട്ടായിരുന്നു. ഞാൻ മുതുക്കി പോയി വണ്ടി ഇട്ട് തുറന്നപ്പോഴത്തേക്ക് ഇവർ വന്നിട്ട് പറഞ്ഞു വണ്ടി കൊള്ളാലോ ഞാനിങ്ങനെ ഒരു കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു. അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. അതെന്താ മോനൊന്നും മിണ്ടാത്തെ? അന്നാക്കെ പിരിവിട്ടിരിക്കുകയായിരുന്ന എനിക്ക് മനസ്സിലായി ഇവരാണെന്ന് മനസ്സിലായി. ഞാൻ ഒന്നും മിണ്ടാതിരുന്നതിന് ശേഷം അതിനുശേഷം തീട്ടോന്ന് വിളിച്ചു. അതിനുശേഷം തീട്ടോന്ന് എന്തോ തീട്ടം മണക്കണം എന്നാ ഇങ്ങനെ ഇത് 2-3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും അല്ലായിരുന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ ഇത് കണ്ടോണ്ട് തന്നെ ആയിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു വേറെ സിറ്റുവേഷൻ ഉണ്ട്. കാരണം നാളെ ഗ്യാങ് ഹൗസ് റിവീലിംഗ് ആണ്. അതിന്റെ ഇടയിൽ എല്ലാ ഗ്യാങ്ങിലും പോയി വിളിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ അവിടെ ഒന്ന് പോയത്. അയ്യോ പാവം ബൗബോ. അപ്പം ഈ വണ്ടി കൊണ്ടുവച്ച് ഇരിക്കണത് ബൗബൗവിന്റെ തന്തയായിരിക്കുമല്ലേ? അയ്യോ. വീണ്ടും അതിനുശേഷം അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും കളിയാക്കണ രീതിയിൽ സംസാരിച്ചത് കൊണ്ടാണ് അവിടെ വെച്ച് തിരിച്ചും സംസാരിച്ചപ്പോഴത്തേക്ക് ഒന്നും കാര്യം ഇങ്ങനെ പറഞ്ഞു. അതും TV ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇവര് വേറെ എന്തോ പേരൊക്കെയാ പറഞ്ഞത്. ഇത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവൻ വാണിംഗ് ഫയർ വെച്ചിട്ട് വണ്ടിയിൽ ഫയർ ചെയ്തു. എന്നിട്ടും എന്റെ ഇതിലാണ് ഞാൻ അതും അവിടെ നിന്ന് വിട്ടുപോയത്. അയ്യോ എന്ത് മാന്യമായിട്ടല്ലേ ബൗബൗ സംസാരിക്കണത്. ബൗബൗവിന്റെ സംസാരം നിങ്ങൾ കണ്ടോ? എന്താ ബ്രോ വീണോ? വണ്ടിന്ന് വീണു ബ്രോ. കുഴപ്പമില്ല, നടന്നു നോക്കിയോ. നോക്കിയടാ ബ്രോ വിഷയോടാ പുള്ളിക്കാരൻ. നാളെ നമുക്ക് പുള്ളിക്കാരനെ ഒരു എഡിറ്റ് ആരാ പഠിപ്പിച്ചെന്നാ ഗ്യാങ്ങില് നമ്മ പഠിപ്പിച്ച് എന്ത് പഠിപ്പിച്ചു? എവിടെ മാസടിച്ചു അന്ന് അവിടെ ഒരു കാര്യമില്ല. ഞാൻ പറയട്ടെ. നമ്മള് വണ്ടി എടുത്ത് പോയി സംസാരിച്ച് പുള്ളിക്ക് വരെ ഒരു അക്ഷരം മിണ്ടിയില്ല. അവസാനം വണ്ടി എടുക്കാൻ പോയപ്പം ബെസ്റ്റർ പറഞ്ഞ് തീട്ടോന്ന്. എന്നിട്ട് പുള്ളിക്കാരെ അപ്പൊ ഒന്നും മിണ്ടില്ല, മിണ്ടാതിരുന്ന്. അതെന്ത്? നമ്മളാരേലും തീട്ടോന്ന് വിളിച്ചാൽ നമ്മൾ സംസാരിക്കുമായിരുന്നു. ബ്രോ എന്തൊന്നും മിണ്ടിയില്ലേ? എനിക്ക് ലൈവ് ഇരുന്ന് മിസ് അടിക്കാനല്ലേ അറിയാവൂ. ഒറ്റയ്ക്കൊന്നും സംസാരിക്കാൻ കഴിയില്ലല്ലോടാ. ഗ്യാങ്ഡ്രസിലല്ലേ ഇവര് വേറെ പേരാ പറഞ്ഞത്. പേര് ചോദിച്ചല്ലോ. പേര് ചോദിച്ചു, ഗ്യാങ് ചോദിച്ചു. അവര് പറഞ്ഞു അവര് ഫാമിലി ഇല്ല. ചിലപ്പോ അവ മനസ്സിൽ ചോദിച്ചു കാണും. ചോദിച്ചിട്ട് TV ആണെന്ന് പറഞ്ഞില്ല. പിന്നെ എങ്ങനെ TV കേട്ടിനോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ വിട്ടുപോയില്ല. നിങ്ങൾക്കറിയാലോ എനിക്ക് RPയിലെ റൂഡും തേങ്ങേന്ന് പറഞ്ഞു. അവനായിട്ട് ബന്ധമുണ്ടോ ബ്രോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സൗണ്ട് വെച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു റൂൾ ഉണ്ട്. ഇത് സംഭവം റാംബോക്ക് ആ സമയത്ത് ഇത് നിങ്ങളാണെന്ന് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് കൊഴുപ്പ് ഡമ്മി MRCയിലെ IGL ആയിട്ട് ഇപ്പോഴും തുടരുന്നത്. ആ സമയത്ത് പറഞ്ഞല്ല ബ്രോ. ആ സമയത്ത്
കുറിപ്പ് വരയ്ക്കണ്ട, പുല്ല് വേണ്ടായിരുന്നു, മുന്നാണ്ടിരുന്നാ മതിയായിരുന്നു. ഇപ്പൊ എന്തിന്റെ കട? ഉണ്ടായിരുന്നു. നിന്റെ കൺമുമ്പിൽ വെച്ചല്ലേ അവൻ പറഞ്ഞത് അത് ഡെസ്ട്രോ ആണോ ടി വി ആണെന്ന്. നീന്തരി വെള്ളോ കുറുപ്പ അവൻ പേര് വരെ പറഞ്ഞവൻ. കുറുപ്പ പേര് വരെ പറഞ്ഞവൻ. മൈ രൂമ്പി രാജുബ ഇതൊന്ന് കൺവേർട്ട് ആക്കിയേ. രാജു ബ്രോ എല്ലാരും നിർത്തിക്കോ. ഉസ്മാന്റെ കാര്യം കഴിഞ്ഞു. നമ്മളെന്തായാലും ആ ഒരു കാര്യം കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടോ, ഞാൻ ഒരു കാര്യം മാത്രമേ പറയണോടാ. ഒരു മീറ്റിംഗിന് വേണ്ടിയാ വന്ന. ഞാൻ കാര്യമായിട്ട് പറയാം, മീറ്റിംഗിനല്ലേ വന്ന. ഇവിടെ ഈ ഒരു മോക്കിങ്ങും കാര്യത്തിനല്ലായിരുന്നു. ഇല്ല രാജുഭായ്, നമ്മളെ നോക്കിയാണില്ല രാജുഭായ്, നമ്മൾ എന്ത് നിന്റെ ടീമിലുള്ളവരാ തന്നെ ഇവിടെ കിടന്നവരെ സർവർ സാധനം ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിങ്ങളായിട്ട് മാത്രം സംസാരിച്ചോളൂ. ഓണ്ടുപോലും ഉത്തര പെട്ടണം നട മാറത്തില്ല. അത് തെമ്മഴായാലും യൂണിവേഴ്സ് ഒന്നെങ്കിൽ സിറ്റുവേഷൻ എടുക്കാൻ ധൈര്യമുള്ളൊരു ലീഡറാണ്. അതങ്ങനെ 10 പണയും 10 സ്വഭാവമായിട്ടൊരു ലീഡറല്ലേ. സിറ്റുവേഷൻ എടുക്കാൻ വന്ന എന്നെ സിറ്റിന്ന് ഓടിപ്പോകും. എന്നിട്ട് പറയും ടി വിക്കാണ് പേടിയാന്ന്. സത്യം പറയാൻ ഗ്യാങ് മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പൊ എത്ര പേര് ഈ ഗ്യാങ്ങിന് ഇറങ്ങിപ്പോയി. ഇന്ന് കയറും, നാളെ ഇറങ്ങും, മറ്റന്നാൾ കയറും, പിറ്റേന്ന് ഇറങ്ങും. എന്തുവാണ് നിന്നോടൊക്കെ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. താനൊരു ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനോട്ട് പോയെന്നെ. തമ്പാനോട് ചെന്നപ്പോ ഇവരാണ് ചക്ക കാക്കി വന്ന്. മാവിനെ ചക്ക തിന്നാൻ പാടുണ്ടോന്നറിയാൻ മാവിലാൽ ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ല. അമ്പോ